പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 16 അതിൻ്റെ 17ഉം 18ഉം വാക്യങ്ങൾ പ്രകാരം പറയുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ വചനങ്ങൾക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ ഇതിൻ്റെ അകത്ത് ആദ്യം തുടങ്ങുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ആമേൻ. അതുകൊണ്ട് താഴോട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും എവ്രി പേഴ്സൺ ഇസ് ഗിവൺ എ മെഷർ ഓഫ് ഫെയ്ത്ത് ഇൻ ദെയർ ലൈഫ്. ഐ മീൻ ഈ മെഷർ ഓഫ് ഫെയ്ത്ത് പിന്നെ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം വർദ്ധിച്ചു വരണം. അതേ ലെവലിൽ നിൽക്കാനല്ല, കർത്താവ് നമുക്ക് കുറച്ച് തന്നിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിൽ മാത്രം നിൽക്കുവാനല്ല. നമ്മൾ എങ്ങനെയാണ് ഈ വിശ്വാസം വളർത്തേണ്ടത്? എല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കണം, വചനത്തിൻ്റെ അകത്തെ സത്യം നമ്മൾ മനസ്സിലാക്കണം, വചനം ഏറ്റെടുക്കണം, വചനപ്രകാരം നമ്മൾ ജീവിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെയാകുമ്പോൾ ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഇത് കടന്നു വരുമ്പോൾ, ഇത് ഒരു ദിവസം പ്രതി നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു മന്നായിട്ട് മാറും. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന എല്ലാ ദിവസവും പൊഴിച്ചു കൊടുത്തതായിട്ട്, അവർക്ക് ആവശ്യമാകുന്ന മന്ന എല്ലാ ദിവസവും കൊടുത്തു. അതുപോലെ കർത്താവ് നമുക്ക് ആവശ്യമാകുന്ന സ്വർഗീയമാകുന്ന വചനമാകുന്ന മന്ന നമുക്ക് തന്ന് നമ്മളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും, ഉന്മേഷം നമുക്ക് തരും, ആരോഗ്യം നമുക്ക് തരും, വിടുതൽ നമുക്ക് തരും. അതുപോലെ വിശ്വാസത്താൽ നമുക്ക് ഉറയ്ക്കുവാനായിട്ട് മുകളിലോട്ട് ആമേൻ ഹല്ലേലൂയ നമ്മൾ വളരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ടുള്ള 2-3 കാര്യങ്ങൾ: 1 പിശാചുക്കളെ തുരത്തലും, 2 അന്ധകാര ശക്തികളെ തകർക്കലും, 3 ശത്രുവിൻ്റെ ക്രിയകളെ നിർമൂലമാക്കുകയും ചെയ്യുന്നതാകും. അന്ധകാര ശക്തികളെ തകർക്കുന്നത് എപ്രകാരം, അല്ലെ അതിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ കടന്നു വരുന്നത് എപ്രകാരം ഒന്നാകുന്നു ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വിശ്വാസത്താലുള്ള നമ്മളിൽ കൂടെ നടക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാകുന്നു മേൽ പറഞ്ഞത്: പിശാചുക്കളെ തുരത്തലും, അന്ധകാര ശക്തികളെ തകർക്കുന്നതും, ശത്രുവിൻ്റെ ക്രിയകളെ നിർമൂലമാക്കുന്നതും ചെയ്യുന്നത്. ആരാധന നമുക്കെല്ലാവർക്കും അറിയാം. ആരാധന നിർവഹിക്കുവാനായിട്ട് നിയമിച്ച ലൂസിഫർ, ആമേൻ ഹല്ലേലൂയ, അഹങ്കരിച്ചതിനാൽ ദൈവം താഴെ തള്ളിയിടുകയും ആകയാൽ അവർ ആകാശമണ്ഡലത്തിലുള്ള അവനെയും അവൻ്റെ സംഘത്തെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടതായിട്ട് നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നു. ആകയാൽ അവർ ആകാശമണ്ഡലത്തിലുള്ള ദുഷ്ടാത്മസേനയായി ഹല്ലേലൂയ വീണതായിട്ട് നാം കാണുന്നു. അവർക്ക് ലഭിച്ച ശ്രേഷ്ഠതയെ കാത്തു സൂക്ഷിക്കാതെ ഹല്ലേലൂയ, ഒരു കാലത്ത് അവർ ഏഞ്ചൽസ് ആയിരുന്ന അവർക്ക് കിട്ടിയ ശ്രേഷ്ഠതയെ അവർ കാത്തു സൂക്ഷിച്ചില്ല. ഇപ്പം നമ്മളെങ്ങനെയാണ്? നമ്മളെ കർത്താവായ യേശുക്രിസ്തുവെ പേർ ചൊല്ലി വിളിച്ചു, ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു, നമ്മളെ തെരഞ്ഞെടുത്തു, അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ ഓമനം പേർ ചൊല്ലി വിളിച്ചു. നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു വലിയ പദവി, രക്ഷിക്കപ്പെട്ട പദവി, ഹല്ലേലൂയ, അനേർക്ക് ലഭിക്കാത്തതായിട്ടുള്ള വലിയ ഈ പദവി, ദൈവം മകനാകുവാനായിട്ട് നമ്മെ അനുവദിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു പദവി, നമ്മളതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? നമുക്ക് കർത്താവ് തന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അതോ കെയർലെസ് ആയിട്ട് ഇതെല്ലാം നമ്മൾ വിട്ടുകളയാവുന്നു? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ അവർക്ക് കിട്ടിയ ശ്രേഷ്ഠതയെ കാത്തു സൂക്ഷിക്കാതെ ഈ ദൂതന്മാർ അവർ താഴേക്ക് വീണതായിട്ട് നാം കാണുന്നു. ഈ ദൂതന്മാരാണ് പിശാചുക്കൾ, അല്ലെങ്കിൽ അശുദ്ധാത്മാക്കൾ, ആകാശത്തുള്ള ദുഷ്ടാത്മ സേനകൾ. വീണുപോയ ദൂതന്മാർ ക്രിസ്തുവിനും ദൈവമക്കൾക്കും വിരോധമായിട്ട് പ്രവർത്തിച്ച് വരുന്നതായിട്ട് നാം കാണുന്നു. നമുക്ക് വിരോധമായി പ്രവർത്തിക്കുവാനായിട്ട് ലോകം, ജഡം, പിശാച് എന്നിവയെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ശത്രുക്കൾ ആണ് ഈ പിശാചുക്കൾ.
നമ്മൾ എത്ര വിശ്വാസിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവിനെ ആമീൻ 3 പരീക്ഷകളാൽ ശത്രു പരീക്ഷിച്ചതായിട്ട് നാം കാണുന്നു. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ വിശ്വാസികളാണെന്ന് പറഞ്ഞാലും ആമീൻ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സിംഹം അലറുന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും അലഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പിശാചിൻ്റെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ളതിനെ കാത്തു സൂക്ഷിച്ച്, വചനത്തെ കാത്തു സൂക്ഷിച്ച്, നമ്മൾ ഇത്രയും വർഷക്കാലം നമ്മൾ രക്ഷിക്കപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ, നമ്മുടെ കർത്താവ് നടത്തിയ വിധങ്ങൾ, നമ്മൾ പഠിച്ച വചനങ്ങൾ, ഇതൊക്കെ നമ്മൾ തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് കാത്തു സൂക്ഷിച്ച് നമുക്ക് മുമ്പോട്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇന്ന് പലരും പിശാചുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. പലരും പറയുന്നുണ്ട് ഈ ലോകത്ത് സ്വർഗവും നരകവുമില്ല, അല്ലെങ്കിൽ പിശാചുക്കളില്ല. നമുക്ക് വചനത്തിൽ കൂടെ നമുക്ക് നോക്കാം പിശാചുക്കളെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ. 1 പത്രോസ് 5:8 നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ആമീൻ. അതുപോലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരുന്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ കർത്താവ് പിശാചിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എഫീസ്യൻസിന് 4:27 പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന അപ്പോസ്തലനായ പൗലോസ് മുന്നറിയിപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു. ജെയിംസിൻ്റെ 4:7 ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിപ്പീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത്, വചനത്തിൻ്റെ അകത്ത് വളരെ ക്ലിയറായിട്ട് നമ്മളോട് പറയുന്നു. പിശാചിനെക്കുറിച്ച് പറയുന്ന ഇടങ്ങളാകുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. ഈ അന്ധകാര ശക്തികളെ അതിജീവിക്കാനുള്ള 4 വഴികൾ അല്ല വിധങ്ങൾ, ഹല്ലേലൂയ, എങ്ങനെ ഇവയെ കീഴ്പ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാം. ഹല്ലേലൂയ. 1 വാഗ്ദത്ത വചനം. ലൂക്കോസിൻ്റെ 10:19 പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും നിങ്ങളെ കടിച്ചാലും ഒരു ദോഷവും നിങ്ങൾക്ക് വരികയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വാഗ്ദത്ത വചനങ്ങളെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടനെ ഈ വചനത്തിൻ്റെ ശക്തിയാകുന്ന ഇറങ്ങുന്ന, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ബലമല്ല, ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ വചനം സ്വർഗത്തിൽ എന്നും സ്ഥിരപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള വചനം. ഈ വചനത്തിന് ജീവനും ചൈതന്യമുള്ള വചനം. ഈ വചനത്തിന് ശക്തിയുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വചനം വാഗൊണ്ട് പറയുന്നുണ്ടേ, ആ ശക്തി, വചനത്തിൻ്റെ ശക്തി ഹല്ലേലൂയ നമ്മളിൽ മേൽ ഇറങ്ങും. അങ്ങനെ കർത്താവ് ആ ഒരു ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. എഫീസ്യൻസ് 6:17 ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. അതുപോലെ ഹീബ്രൂസ് 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാകുന്നു. റെവലേഷൻ 1:16 അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയതായിട്ടുള്ള വാള് പുറപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം വാഗ്ദത്ത വചനങ്ങളാകുന്നു. നമ്മൾ ഇതിനോട് എതിർത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ഈ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്ന ഈ വചനങ്ങൾ എടുത്ത് ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണുവാനായി സാധിക്കും. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 3 തവണ പരീക്ഷിക്കപ്പെട്ടു ദുഷ്ടനാൽ. ദൈവവചനത്തിലൂടെ അവനെ നമുക്ക് കാണുന്നു, ദൈവവചനത്തിലൂടെ ആകുന്നു അവനെ തോൽപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. വചനപ്രകാരം നമ്മൾ ജീവിക്കും. വചനം മുഖാന്തരം പിശാചിനെ അതിജീവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ സ്വന്തം ബലം കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല. 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയതല്ലോ. ഹല്ലേലൂയ. എങ്കിൽ ഇത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സാംസ് 91:13 പറയുന്നു, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. റോമൻസ് 16:20 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അപ്പം യോഹന്നാൻ 6:63 കർത്താവിൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അനേക വചനങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ വായിച്ചത്, ഇത് വചനത്തിൽ കൂടെ നമുക്ക്
നമ്മളെ പഠിപ്പിക്കുകയാകുന്നു. അല്ലെ, വചനത്തിൽ കൂടെ നാം സ്ഥിരപ്പെടുത്തുകയാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ കർത്താവ് വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മളത് പ്രയോഗിക്കുവാനാകുന്നു, നമ്മളതനുസരിച്ച് ജീവിക്കുവാനാകുന്നു. ഹല്ലേലൂയ. അത് മുറിക്കുവാനും പണിയുവാനും ബിൽഡ് ചെയ്യുവാനും ഒക്കെ വചനം എന്തിനൊക്കെ ഉള്ളത്, എല്ലാത്തിനും. അതുകൊണ്ട് നമ്മൾ ഈ വചനങ്ങളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് എവിടെ അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ആദ്യത്തെ നമ്മൾ കണ്ടു വാഗ്ദത്ത വചനങ്ങൾ. രണ്ടാമത്തെ യേശുവിൻ്റെ രക്തം. റെവലേഷൻ 12:11 പറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. യേശുവിൻ്റെ രക്തം പാപത്തെയും രോഗത്തെയും ശാപത്തെയും എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി നീക്കിക്കളഞ്ഞതാകുന്നു. അന്ധകാര ശക്തിയുടെ മേൽ നമുക്ക് ജയം ലഭിക്കുന്നത് കർത്താവിൻ്റെ രക്തത്താൽ പിശാചിനെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. യേശുവിൻ്റെ രക്തത്താലാകുന്നു, യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. പിശാചിനെ ജയിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ യേശുവിൻ്റെ മക്കളായിട്ട് മാറണം. പാപങ്ങൾ അവൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. അതിനുശേഷം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ രക്തത്താൽ പിശാചിനെ എതിർത്ത് നിൽക്കണം. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് ഇതിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെടാത്ത ഒരു പൈതൽ ഹല്ലേലൂയ ഈ ഒരു അവസ്ഥയിലോട്ട് കർത്താവിൻ്റെ മകനും ആകാതെ അങ്ങനെ വിശ്വാസമില്ലാതെ ജീവിക്കുന്നവരുടെ മേൽ അവരിൽ കൂടെ ദൈവത്തിന് ഒരിക്കലും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പഴയ നിയമത്തിൽ നമുക്ക് ഏതെല്ലാം വീടുകളിന്മേൽ കുഞ്ഞാടിൻ്റെ രക്തം പൂശപ്പെട്ടതോ ആ വീടുകൾ സംരക്ഷിക്കപ്പെടുകയും സംഹാരദൂതന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്തതായിട്ട് നമുക്കറിയാം. മൂന്നാമത്തേത് ഉപവാസവും പ്രാർത്ഥനയും. 1 വാഗ്ദത്ത വചനങ്ങൾ, 2 യേശുവിൻ്റെ രക്തം, 3 ഉപവാസവും പ്രാർത്ഥനയും. മത്തായിയുടെ സുവിശേഷം 7:21 പറയുന്നു, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്ന് വചനം പറയുന്നു. ചില പിശാചുക്കൾ ഫത്സിച്ചാൽ ഓടിപ്പോകുന്നു, ചിലത് യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ഓടിപ്പോകുന്നു. എന്നാൽ ചില കെട്ടുകൾ തകർക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും അത്യാവശ്യമാകും. ഉപവാസത്തെക്കുറിച്ച് ഐസായ 58 ചാപ്റ്ററിലാകുന്നു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മഹത്തായ ബലവും മഹത്തായ വിശ്വാസവും മഹത്തായ ശക്തിയും ഉണ്ടാകുന്നു. നമ്മൾ ശരിക്കും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ബലം നമ്മളുടെ മേലെ ഇറങ്ങും, കർത്താവിൻ്റെ വിടുതൽ നമ്മുടെ മേലെ ഇറങ്ങും, ശക്തി ഇറങ്ങും, വിശ്വാസം ഇറങ്ങും. അതുകൊണ്ടാകുന്നു കൂടുതലായിട്ടുള്ള സമയങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഡാനിയേൽ 10:12 ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിൻ്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കാം, ഉറക്കെ പ്രാർത്ഥിക്കാം. കർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചതായിട്ട്, മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചതായിട്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളെ നേരിടുമ്പോൾ ഇതെല്ലാം നമ്മളെ ഉൾപ്പെടുത്തണം. പ്രാർത്ഥനയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എതിർത്ത് നിൽക്കണം. എവിടെയാകുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എതിർത്ത് നിൽക്കണമെന്ന്? കർത്താവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതി പിശാചിനെ കിട്ടുവാനുള്ളൊരു കയറാകുന്നു. അവനെ നിർമൂലം ചെയ്യുവാനുള്ള ഇരുവായ്ത്തലയുള്ള വാളാകുന്നു ദൈവത്തിൻ്റെ വചനങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് പിശാചിനെ കിട്ടുന്ന ഒരു കയറാകുന്നു. വചനം നമുക്ക് തന്നിരിക്കുന്നത്, വചനം ഇരുവായ്ത്തലയുടെ വാളിനേക്കാൾ വാളാകുന്ന ദൈവത്തിൻ്റെ വചനം, അത് അവനെ നിർമൂലമാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതാകുന്നു. യാക്കോബിൻ്റെ 4:7 പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എഫീസ്യൻസ് 6:13 പറയുന്നു, നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദാവീദ് ഗോലിയാത്തിനെ ധൈര്യത്തോടെ എതിർത്തിരുന്നു. ഹല്ലേലൂയ. ഗോലിയാത്തിൻ്റെ ഭീകര രൂപം കണ്ട് ദാവീദ് ഭയപ്പെട്ടില്ല. അവനേക്കാൾ വലിയവൻ കൂടെയുണ്ടെന്ന് അവനാൽ
ഉണരുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ കർത്താവ് വലിയവനായി കൂടെ ഉണ്ടെന്ന് നാം ഓരോരുത്തരും ഉണരണം. പലപ്പോഴും നമ്മുടെ മനസ്സ് അടഞ്ഞു കിടക്കുന്നതായിട്ടുള്ളൊരു മനസ്സാകുന്നു. എന്നാൽ നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ നെഹമ്യാവ്, മീഖ, ആ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ മനസ്സിനെ ദൈവം ഉണർത്തിയതായിട്ട് കാണും. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഉണരുന്ന ഒരു മനസ്സ്, നമ്മളെ ആ ഉണരണം, ദൈവത്തിൻ്റെ പ്രസൻസ്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കുകയും ഏറ്റെടുക്കുകയും വേണം. കർത്താവ് സകല ദൂതന്മാരെക്കാട്ടിലും സാത്താനേക്കാട്ടിലും ലോകത്തിലുള്ളവനേക്കാട്ടിലും വലിയവനെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ധൈര്യവും ബലവും എല്ലാം കിട്ടത്തുള്ളൂ. ആദ്യം നമ്മൾ എതിർത്ത് നിൽക്കണം. പ്രാർത്ഥനയിൽ ബലവാനെ നമ്മൾ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 12:29 പറയുന്നു. അവനെ എപ്രകാരമാകുന്നു പിടിച്ചടക്കേണ്ടേ? സങ്കീർത്തനം 149 6, 7, 8 പറയുന്നു, അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങളാലും ബന്ധിക്കേണ്ടി എന്നെഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിന് തന്നെ. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കണം. കർത്താവിനെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ സുവിശേഷ പ്രവൃത്തിയുമായിട്ട് നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ അവിടെയുള്ള അന്ധകാര ശക്തികളെ നമ്മൾ കെട്ടണം. അപ്പോൾ മാത്രമേ ജനങ്ങളെ വിടുതലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16:19 പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തേത് ബലവാനെ പിടിച്ചു കെട്ടണം. മൂന്നാമത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് പിശാചിനെ ഭത്സിക്കുവിൻ. കർത്താവ് പിശാചിനെ ഭത്സിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. യൂദാ 1:9 പ്രധാന ദൂതനായ മിഖായേൽ പിശാചിനെ ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. സഖരിയാവ് 3:2 അപ്പോൾ കർത്താവ് പിശാചിനെ നോക്കി, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. മത്തായിയുടെ 16:23 പറയുന്നു, സാത്താനെ എനിക്ക് പിന്നാലെ പോ എന്ന് പറഞ്ഞ് പിശാചിനെ ഭത്സിച്ചതായിട്ട് നാം കാണുന്നു. ഹല്ലേലൂയ. പിശാചിനെ ഭത്സിക്കാനുള്ള അധികാരവും ബലവും കർത്താവ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ആകയാൽ പിശാചിന് നമ്മെ എതിർത്ത് നിൽക്കുവാനായിട്ട് സാധ്യമല്ല. 4 പിശാചിനെ നമ്മൾ പുറത്താക്കണം. മത്തായിയുടെ സുവിശേഷം 10:1 അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനുള്ള അധികാരം കൊടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം 16:17 എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ലൂക്കോസിൻ്റെ 10:19 ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. മത്തായിയുടെ സുവിശേഷം 9:33 ഭൂതങ്ങളെ പുറത്താക്കിയ ശേഷം ഓമൻ സംസാരിച്ചു. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 5:15 പിശാച് പുറത്താക്കപ്പെട്ട ശേഷം ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുന്നതായിട്ട് നാം കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ നമ്മളത് ചെയ്യണം. അതുപോലെ നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കിതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൽ വേണം. നമ്മൾ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്ന് വേർപെട്ട ആരാധനയിൽ പങ്കുകൊള്ളുന്നവരായിരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നവർ, ഇത് ഉപയോഗിച്ച് പിശാചിനോട് എതിർക്കുന്നവരൊക്കെ ഇതെല്ലാം സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് ചെയ്യുവാനായിട്ട്.
ഐസായ 59:19 പറയുന്നു, കെട്ടി നിന്നതും യഹോവയ്ക്ക് ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. അങ്ങനെയാകുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ വരുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. ദൈവിക സാന്നിധ്യത്താലും ദൈവത്തിൻ്റെ ശക്തിയാലും ബലത്താലും എല്ലാം നമ്മളെ നിറയ്ക്കും. പിശാചിനെ പുറത്താക്കുകയും നമുക്ക് ബലം തരുന്നതും പരിശുദ്ധാത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാൻ 3:34 യേശുക്രിസ്തുവിന് ദൈവം ആത്മാവിനെ അളവ് കൂടാതെ അല്ലയോ കൊടുത്തിരിക്കുന്നത്. ആക്സ് 10:38 നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശുക്രിസ്തു അഭിഷേകം ലഭിക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. അതിൽ 30 വർഷം ഹല്ലേലൂയ ലാസ്റ്റ് 3.5 വർഷം മാത്രമേ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചുള്ളൂ. ശുശ്രൂഷയിൽ ഇറങ്ങിയില്ല 30 വർഷം കാത്തിരുന്നു. യോർദാൻ നദിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങിയതിന് ശേഷമേ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. എഫെസ്യൻസ് 6:12 പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാകും. അതുകൊണ്ട് നമുക്ക് സ്വയബലത്താൽ ഇതിനെ എതിർക്കുവാനായിട്ട് സാധ്യമല്ല. സഖരിയാവ് 4:6 പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ എതിർക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഓടിച്ചെന്ന് ഇത് ചെയ്യുവാൻ അല്ല ഈ വചനം. അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആദ്യം ദൈവമക്കളാകണം. ദൈവമക്കളായി കഴിഞ്ഞിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കണം. പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഭിഷേകം നമുക്ക് ലഭിക്കണം. സ്നാനപ്പെടണം. ഹല്ലേലൂയ. ഇങ്ങനെ ചില വ്യവസ്ഥകൾ ഉണ്ട്. അങ്ങനെയുള്ള മക്കൾ ഹല്ലേലൂയ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറയുന്നത്. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിനെല്ലാം ആദ്യമായിട്ട് നിൽക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നവരാകണം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ട് ദൈവകൃപയിൽ നിൽക്കാത്തവരോ അല്ലെങ്കിൽ ആ ഒരു കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ ബലവും ശക്തിയും ഏൽപ്പിച്ച് കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും എങ്കിൽ മാത്രമേ ആ വിളിയുള്ളവർ, അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശാസിക്കുകയും എല്ലാം ചെയ്യാം. പിശാചിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ വേണമെങ്കിൽ എപ്പോഴും വേറെ ആൾക്കാർ വന്ന് പിശാചിനെ പുറത്താക്കുവാനല്ല, നമുക്ക് തന്നെത്താനെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഉടനെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ സകലത്തിന്മേലും ജയമെടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബജീവിതത്തിന്മേൽ ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ ഭൗതികമാകുന്ന ജീവിതത്തിന്മേൽ, കുഞ്ഞുങ്ങളുടെ ജോലിയുടെ ജീവിതത്തിന്മേൽ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയമെടുത്തുകൊണ്ട് ഇതിന്മേലെല്ലാം ജയമെടുത്തുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ പറയുന്ന പ്രാർത്ഥന എളുപ്പം പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകാനല്ല, നമ്മൾ നേരമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.